ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സിനീഷ് എഴുതിയിരിക്കുന്ന ഒരു മെയിലാണ് ഞാൻ വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് സിനീഷ്, യഥാർത്ഥ പേരല്ലേ? എനിക്കിപ്പോൾ 30 വയസ്സാകുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 2.5 വർഷം വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച ഒരു വിവാഹമായിരുന്നു. എൻ്റെ അച്ഛൻ്റെ 20ാമത്തെ വയസ്സിലെ പുത്രനാണ് ഞാൻ. പക്ഷേ അച്ഛൻ പ്രേമിച്ച് മുറപ്പെണ്ണിനെ തന്നെയായിരുന്നു കല്യാണം കഴിച്ചത്. എങ്കിലും അമ്മ പ്രസവത്തോടുകൂടി മരിച്ചുപോയി. പിന്നീട് അച്ഛൻ വർഷങ്ങളോളം കല്യാണം കഴിക്കാതെ നിന്നു. പിന്നീട് അദ്ദേഹത്തിന് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി കിട്ടി. അങ്ങനെ നല്ല രീതിയിലുള്ള സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. പിന്നീട് എനിക്ക് 10 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ വേറൊരു കല്യാണം കഴിക്കുന്നത്. രണ്ടാനമ്മ വന്നു കഴിഞ്ഞാൽ ജീവിതം കുളമാകുമെന്ന് എല്ലാവരും പറഞ്ഞതുകൊണ്ട് എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ രണ്ടാനമ്മ അത്ര വലിയ പ്രശ്നക്കാരൊന്നുമല്ല. എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല. ഞാൻ എൻ്റെ പാട്ടിന് പോകും, അവർ ഫുഡൊക്കെ അവിടെ വെച്ച് വെക്കും. അത്ര മാത്രമേ ഉള്ളൂ ഞങ്ങൾ തമ്മിലുള്ള കണക്ഷൻ. അച്ഛനും അവരുമായി നല്ല ജോലിയാണ്. അവർ എന്നെ ശ്രദ്ധിക്കാൻ വരികയോ എൻ്റെ കാര്യത്തിൽ തലയിടുകയോ ഞങ്ങൾ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കേണ്ട ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ അച്ഛൻ്റെ അമ്മ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പിന്നീട് പുള്ളിക്കാരി മരിച്ചുപോയി. അത് കഴിഞ്ഞതിൽ പിന്നെയും അമ്മായിമ്മ എൻ്റെ കാര്യങ്ങളിൽ തലയിടുകയില്ല. പണ്ട് തൊട്ടേ അച്ഛൻ എനിക്ക് പ്രത്യേകമായി പൈസ തരും. പിന്നീട് പ്രായപൂർത്തിയായി കഴിഞ്ഞപ്പോഴേക്കും ബാങ്കിലേക്ക് ഒരു നിശ്ചിത എമൗണ്ട് ഇട്ടുതരും. ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി ജോലിയായി ജീവിച്ചു. എൻ്റെ രണ്ടാനമ്മയുടെ ഭർത്താവ് കുട്ടികൾ ഉണ്ടാകാത്തൊരു സ്ത്രീയായിരുന്നു. ആദ്യ ഭർത്താവ് ആ കാരണത്തിൻ്റെ പേരിലാണ് അവരെ ഉപേക്ഷിച്ചത്. അതുകൊണ്ട് പിന്നീട് അവർക്ക് രണ്ടാമതൊരു കുട്ടി ഉണ്ടായതുമില്ല. ഇതാണ് എൻ്റെ ഹിസ്റ്ററി. പിന്നെ അച്ഛനെ നിർബന്ധിക്കുമായിരുന്നു ഒരു നല്ല ജോലി, അതും സ്ഥിരം ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത്തിരി താമസിച്ചു. 26 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് എനിക്കങ്ങനെ ജോലി കിട്ടിയത്. അത് കഴിഞ്ഞത് മുതൽ പെണ്ണന്വേഷിക്കുകയാണ്. അങ്ങനെ അച്ഛനും എൻ്റെ രണ്ടാനമ്മയും കൂടെയാണ് എൻ്റെ വധുവിനെ കണ്ടെത്തിയത്. സൗന്ദര്യമുള്ള ഭാര്യമാരെ കണ്ടെത്താൻ എൻ്റെ അച്ഛൻ മിടുക്കനായിരുന്നത് പോലെ അതീവ സൗന്ദര്യമുള്ള ഒരു മരുമകളെയാണ് അച്ഛനും എനിക്ക് കണ്ടുപിടിച്ച് തന്നത്. അപ്പോൾ പിന്നെ എനിക്കത് നിഷേധിക്കാൻ പറ്റില്ലായിരുന്നു. ഇത്രയും നല്ല സുന്ദരിയെ ഞാൻ നോക്കിയാലും കിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. പക്ഷേ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഭാര്യയുടെ കഥകൾ ഞാൻ അറിയുന്നത്. കാരണം ഭാര്യയ്ക്ക് രണ്ടാനമ്മയാണ്, അവർക്ക് വേറൊരു മകനുമുണ്ട്. അപ്പോൾ എൻ്റെ ഭാര്യയെ രണ്ടാനമ്മ ശല്യപ്പെടുത്തിയതും ക്രൂരത കാണിച്ചതുമായുള്ള കഥകളാണ് അവൾ കല്യാണം കഴിഞ്ഞ് എന്നോട് പറഞ്ഞത്. എൻ്റേതും രണ്ടാനമ്മയായതുകൊണ്ട് അവൾക്ക് അവരെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ അവർ തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞ് ഉടക്കാൻ തുടങ്ങി. അങ്ങനെ 6 മാസമായി കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ രണ്ടും കൂടെ ടൗണിൽ പോയി ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്ക്. 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഞാൻ വീടുണ്ടാക്കി തരാം. ഇവിടെ അടുത്ത് തന്നെ, അവിടെ താമസിച്ചാൽ മതി. അല്ലാതെ എൻ്റെ ഭാര്യയും നിൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും തീർക്കാൻ എനിക്ക് പറ്റില്ല. ഞങ്ങൾക്ക് മനസ്സമാനം വേണം. നീ നിൻ്റെ വീതത്തിൽ വീട് വെച്ചെന്ന് പറഞ്ഞ് വീടിനോട് തൊട്ട് ചേർന്ന് 10 സെൻറ്റ് അതൊക്കെ എൻ്റെ പേരിലാക്കി തന്ന് അവിടെ വീട് വെക്കാൻ തുടങ്ങി. അതിൻ്റെ പണമൊന്നും ഞാൻ മുടക്കിയില്ല, അച്ഛൻ തന്നെയാണ്. അങ്ങനെ 6 മാസത്തിനുള്ളിൽ, 6 മാസം എടുത്തില്ല മാഡം, അതിനു മുമ്പ് തന്നെ ഒരു ബിൽഡേഴ്സിനെ വെച്ച് നല്ലൊരു വീട് അച്ഛൻ ഉണ്ടാക്കി തന്നു. പാല് കാച്ചി ഞാനും ഭാര്യയും കൂടെ അങ്ങോട്ട് മാറി. പിന്നെ അച്ഛൻ പറഞ്ഞു, അടുത്ത് നിങ്ങളൊക്കെ വേണം, കാര്യം എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു സഹായത്തിന്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ വീട്ടിൽ കയറി നീ നിൻ്റെ ഭാര്യയും കൈ കടത്തുകയും ആ വീട്ടിൽ എൻ്റെ ഭാര്യയും അങ്ങോട്ട് വന്ന് നിൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ കൈ കടത്തുകയും ചെയ്യില്ല. രണ്ടുപേരും നോക്കിയും കണ്ടു നിന്നോണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് സമ്മതിച്ചു. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഭാര്യയോട് പറഞ്ഞു, ആവശ്യമില്ലാതെ നീ എൻ്റെ രണ്ടാനമ്മയുമായിട്ട് വഴക്കുണ്ടാക്കിയോ സംസാരിക്കാനോ പോകരുതെന്ന്. ഭാര്യ അത് അനുസരിച്ച് പോയി. പക്ഷേ സ്നേഹമൊന്നുമില്ലാത്ത രണ്ടാനമ്മയാണെങ്കിലും അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് അവിടെ മതിലിനോട് വന്ന് വിളിക്കും. എൻ്റെ പേരാണ് വിളിക്കുന്നത്. വിളിച്ചു കഴിയുമ്പോഴേക്കും ഞാനത് വാങ്ങിക്കും. എൻ്റെ ഭാര്യയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. നിങ്ങളെന്തിനാണ് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കുന്നത്? എനിക്ക് വെച്ച് തരാൻ പറ്റില്ലേ? പിന്നെന്താ, അവരുടെ അങ്ങോട്ട് രുചിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇറങ്ങുള്ളൂ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. 1 വർഷമായപ്പോഴേക്കും അവൾ അധികാര മനോഭാവം എടുക്കാൻ തുടങ്ങി. അതിന് കാരണം എനിക്ക് മനസ്സിലായി. സൗന്ദര്യ ദേവതയല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് കൺസിഡറേഷൻ കാണിച്ചു. അവളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഞാൻ 2-3 മണിക്കൂർ എടുക്കും. അപ്പോൾ സ്ത്രീകൾക്ക് ഇത്തിരി പ്രശ്നം തോന്നലിൽ കാര്യമില്ല. ഭർത്താവ് സ്വന്തം അടിമയാണെന്ന് തോന്നും. അങ്ങനെ എൻ്റെ തലയിൽ കയറാനാണ് പ്ലാൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അത്തരം കാര്യങ്ങൾ ഇത്തിരി കുറയ്ക്കാൻ തുടങ്ങി. അപ്പോഴേക്കും എന്നോട് പിന്നെയും വഴക്കിന് വന്നു. ദാമ്പത്യം എന്ന് പറയുന്നത് അത്ര നല്ല സുഖകരമായൊരു കാര്യമല്ലെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. സുന്ദരിയെ കെട്ടാൻ വേണ്ടി പലരും ഓടി നടക്കുകയാണ്. സൗന്ദര്യത്തിലൊന്നും ഒരു കാര്യമില്ല, മറ്റു പല പൊരുത്തങ്ങളും മനുഷ്യർ തമ്മിൽ വേണമെന്ന് അന്നാണ് ശരിക്കും ഞാൻ റിയലൈസ് ചെയ്ത് തുടങ്ങിയത്.
എൻ്റെ നീരസം മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ ഒട്ടൊന്ന് ഒതുങ്ങി. എന്നാലും രാവിലെ എൻ്റെ രണ്ടാനമ്മ ഭക്ഷണം കൊണ്ടുതരുന്നത് ഒട്ടും ഇഷ്ടമല്ല. അവരോട് അത് നിർത്താൻ എനിക്കൊട്ട് പറയാനും വയ്യ. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം സംസാരിക്കുമല്ലോ. അപ്പോൾ പിന്നെ അവരോട് എങ്ങനെ പറയുക വേണ്ടാന്ന്. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, നീ രാവിലെ നല്ല ഫുഡ് ഉണ്ടാക്ക്, ഞാനാണെങ്കിൽ അങ്ങോട്ട് കൊണ്ടു കൊടുക്കാം. രണ്ടാനമ്മ ഉണ്ടാക്കുന്നതിന് മുമ്പ് നീ ഉണ്ടാക്കണം. അപ്പോൾ അവർ രണ്ടുപേരും നിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കട്ടെ. അറിയാമല്ലോ ആർക്കാണ് കൂടുതൽ കൈപ്പുണ്യമെന്ന്. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്കും അവൾ വെക്ക് രാവിലെ എഴുന്നേറ്റ് അത് ഞാൻ ഇടയ്ക്ക് അവിടെ കൊണ്ട് കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ടല്ലോ, അവരത് കഴിക്കും. പിന്നിപ്പോൾ ഇങ്ങോട്ട് തരില്ല. അങ്ങനെയൊക്കെ ഭാര്യയുമായി പൊരുത്തപ്പെട്ട് ഞാൻ മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം എൻ്റെ അമ്മായിയമ്മ, അതായത് ഭാര്യയുടെ രണ്ടാനമ്മ വീട്ടിലേക്ക് വന്നു. എൻ്റെ ഭാര്യയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലെങ്കിലും അഭിനയിച്ച് നിന്നു. അവരെ ശാന്തിയമ്മ എന്നാണ് എൻ്റെ ഭാര്യ വിളിക്കുന്നത്. ഇഷ്ടമില്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകണമല്ലോ, ഞാനും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മായിച്ചന് ഒരു ചികിത്സയ്ക്ക് പോകുന്നു 2 ആഴ്ച. അവർക്ക് പിന്നീടുണ്ടായ കുട്ടി ഇപ്പോൾ പഠിക്കുന്നത് ബാംഗ്ലൂരിലാണ്. അപ്പോൾ തന്നെയുള്ളൂ ശാന്തിയമ്മ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഭാര്യയ്ക്ക് അതത്ര ഇഷ്ടമല്ലെങ്കിലും പുറമേ ഒന്നും കാണിച്ചില്ല. ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കുമോ എന്നെനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ വന്ന ശാന്തിയമ്മ ചെയ്തത്, രാവിലെ എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോകാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ശാന്തിയമ്മ അപ്പുറത്തേക്ക് അങ്ങ് പോകും, എൻ്റെ രണ്ടാനമ്മ അടുത്തേക്ക്. അത് കഴിഞ്ഞ് രണ്ടാനമ്മമാർ തമ്മിലാണ് അവിടെ വലിയ കൂട്ട്. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനൊന്നും ശാന്തിയമ്മ ഇങ്ങോട്ട് വരികയില്ല. പിന്നെ വൈകുന്നേരം ഞാൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ വരികയുള്ളൂ. പിന്നെ അവധി ദിവസമാണെങ്കിൽ ഇങ്ങോട്ട് വരും. പണ്ടും അവരിടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു ഇവിടെ വീട്ടിൽ ശാന്തിയമ്മ, പക്ഷെ നിൽക്കില്ലായിരുന്നു. എങ്കിലും അപ്പുറത്ത് പോയി എൻ്റെ രണ്ടാനമ്മയുമായിട്ട് ഭയങ്കര കോള് അവർക്കുണ്ട്. അവർ തമ്മിൽ ഫോണും വിളിക്കാറുണ്ട്. ഇതൊന്നും എൻ്റെ ഭാര്യയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ എന്ത് ചെയ്യാനാണ്, അവളുടെ പദ്ധതിയിൽ വരുന്ന കാര്യമല്ലല്ലോ. രാത്രിയാകുമ്പോഴേക്കും എൻ്റെ ചെവിക്കടുത്ത് വന്ന് പെറുപെറുക്കും. ഞാൻ പറയും, എനിക്കൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല, എനിക്ക് മനസ്സമാനം വേണം, നീ എങ്ങനെയാണെങ്കിലും മാനേജ് ചെയ്തോളം പറയും. എന്ത് ചെയ്യാനാണ് മാഡം. ആ ദിവസങ്ങളിൽ ഒരു യാത്രയപ്പുണ്ടായിരുന്നു കേട്ടോ, അതിനൊരു ഫംഗ്ഷനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ വീട്ടിൽ വന്നു. ശാന്തിയമ്മ അപ്പോൾ എൻ്റെ രണ്ടാനമ്മയുടെ കൂടെ ഇരിക്കുകയാണ്. ആ സമയത്ത് ശാന്തിയമ്മ മതിലിനോട് വന്ന്, എടാ മോനെ ഇങ്ങോട്ടൊന്ന് ഓടിപാടാ, പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താന്ന്. ദേ നിൻ്റെ അമ്മ ഇവിടെ വീണെന്ന് പറഞ്ഞു. ഞാൻ അപ്പുറത്തേക്ക് ചെന്നു കഴിഞ്ഞപ്പോഴേക്കും രണ്ടാനമ്മ അവിടെ തറയിൽ വീണതാണ്, തെന്നി അവിടെ കിടക്കുകയാണ്, എഴുന്നേക്കാൻ വയ്യ. ഞാൻ ചെന്ന് എഴുന്നേറ്റു. പിന്നെ അവരെ എടുത്തുകൊണ്ട് കാറിലിട്ട് ഞാനും ശാന്തിയമ്മയും കൂടി ഹോസ്പിറ്റലിൽ പോയി. എൻ്റെ വൈഫ് മതിലിനോട് നിൽപ്പുണ്ടായിരുന്നു. വീണതാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വരാമെന്ന് പറഞ്ഞു. അവൾ ഓക്കെ എന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴേക്കും വലിയ പ്രശ്നമൊന്നുമില്ല. വീണേൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു. ആ സമയത്തേക്ക് അച്ഛനും വന്നിരുന്നു. തിരിച്ചെല്ലാവരും കൂടി പോന്നു. വന്നു കഴിഞ്ഞപ്പോഴേക്കും ശാന്തിയമ്മയും ഞാനും കൂടാണ് വീട്ടിലേക്ക് കയറി വന്നത്. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. രണ്ടാനമ്മയുടെ കാര്യം ഒന്നും ചോദിച്ചില്ല. ഇത്തിരി നേരം കഴിഞ്ഞപ്പോഴേക്കും ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന് ശാന്തിയമ്മ വെള്ളം കുടിക്കാൻ തുടങ്ങി. എൻ്റെ ഭാര്യയാണെങ്കിൽ അവിടെ തന്നെ ഇരിപ്പുണ്ട്, മൊബൈൽ തോണ്ടിക്കൊണ്ട്. ഉടനെ ശാന്തിയമ്മ ചോദിച്ചു, അല്ലടി ഇത്രയും നേരമായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു, ഇതിനിടയ്ക്ക് നീ നിൻ്റെ ഭർത്താവിനെ വിളിച്ച് അവിടെ എന്താ സംഭവിച്ചത്, എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യ പറയണം, ഞാൻ എന്തിനാ ചോദിക്കുന്നത്, ഇവിടുന്ന് എൻ്റെ ഭർത്താവ് അവരെയും എടുത്തുകൊണ്ട് വണ്ടിയിലിട്ടുകൊണ്ട് പോകുന്ന കണ്ടല്ലോ, നിങ്ങളും കൂടെ അല്ലേ കൂടെ പോയത്, അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ശാന്തി പറഞ്ഞു, എടീ സ്വന്തം വീട്ടിൽ നീ ഇങ്ങനെ രണ്ടാനമ്മയുടെ പോര്, വന്ന് കയറിയ വീട്ടിൽ അവർ നിൻ്റെ യഥാർത്ഥ അമ്മായിയമ്മയല്ല, രണ്ടാനമ്മയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് അവരോടും ശത്രുതയാണെന്നല്ലേ എന്ന്. അപ്പോഴേക്കും എൻ്റെ ഭാര്യ കയറിയേറ്റു, അതെ എനിക്ക് ശത്രുതയാണ്. നിങ്ങൾ വന്ന ഉടനെ തന്നെ അവരുടെ അടുത്ത് ഹാജർ വെക്കാൻ പോകുന്നത് എന്തിനാണ്? നിങ്ങളുടെ പൊക്കിള് അവിടെയാണോ കുഴിച്ചിട്ടിരിക്കുന്നത്? നിങ്ങൾ ഇതിനാണ് ഇവിടെ വന്നിട്ട് എപ്പോഴും രാവിലെ അവരുടെ അടുത്തേക്ക് പോകുന്നത്? ഓ നിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റിയ ഒരുത്തി. എടീ വീട്ടിലിരുന്നപ്പോഴും നീ എനിക്ക് ദ്രോഹമായിരുന്നു, രണ്ടാനമ്മയാണെന്ന് പറഞ്ഞ് ഞാൻ നിനക്ക് എന്ത് ചെയ്തടി? നിനക്കെന്നെ കൊച്ചിന് തൊട്ടേ കാണുമ്പോഴേ പ്രശ്നമല്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും എൻ്റെ ഭാര്യ വയലൻ്റായി. രണ്ടാനമ്മമാർ ഒന്നും ശരിയല്ല, എല്ലാം ക്രൂരകളാണ്. പിന്നെ എൻ്റെ ഭർത്താവിന് മാത്രം രണ്ടാനമ്മ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം അവർ സുന്ദരിയാണല്ലോ. രണ്ടാനമ്മ എനിക്ക് തോന്നുന്നത് എൻ്റെ ഭർത്താവുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ടെന്നാണ്. എൻ്റെ ഭർത്താവിനെ അവർ മയക്കി വെച്ചിരിക്കുകയാണ്. രാവിലെ ആകുമ്പോഴേക്കും ഇഡ്ഡലിയും പുട്ടും കടലക്കറിയൊക്കെ ആയിട്ട് വരും അവരെ എൻ്റെ ഭർത്താവിന് കൂടോത്രം ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്കല്ലെങ്കിലും നല്ല ആണുങ്ങളെ കാണുമ്പോഴേക്കും ഇളക്കമാണ്. ഇവിടെ ഒരുത്തിനാണെങ്കിൽ അവരെ കണ്ടു കഴിയുമ്പോഴേക്കും വല്ലാത്തൊരു ഉത്സാഹമാണ്. ഇനിയിപ്പം നിങ്ങളും ഒരുങ്ങിക്കെട്ടി വരുന്നു. നിങ്ങൾ മോശക്കാരില്ലെന്ന് എനിക്കറിയാം. 2 പേരും കൂടി എൻ്റെ ഭർത്താവിനെ അങ്ങ് വശത്താക്കി വെച്ചിരിക്കുക എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിയുമ്പോഴേക്കും അമ്മായിമ്മ എന്നെ
വിളിച്ചു. എടാ, നീ ഒന്നും കേൾക്കുന്നില്ലേന്ന്. ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അവൾക്ക് സംശയരോഗമാണ്, അവളെ പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല അമ്മയെന്ന്. അപ്പോഴേക്കും അവർ പറഞ്ഞു, ആ സംശയരോഗം അവൾക്കുണ്ടാകും, കാര്യം ഇവൾ സംശയിക്കത്തക്ക പല പ്രവൃത്തികളും ചെയ്യുന്നവളാണ്. കല്യാണത്തിന് മുമ്പേ 2 പ്രേമബന്ധമുണ്ടായിരുന്നു. അവന്മാരുടെ കൂടെ അഴിഞ്ഞാടി നടന്നിട്ടല്ലേ നിന്റെ തോളെ കയറിയത്. സുന്ദരിയാണെന്ന് വെച്ചിട്ട് ഇവള് ഇളകുന്നതിന് ഒരു പരിധിയില്ലേ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യ, ചേട്ടാ ഇവർ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ്, മുഴുവൻ കള്ളത്തരമാണ്, എനിക്ക് ആരോടൊരു പ്രേമവും ഇല്ലായിരുന്നു. 2 പേരെന്ന് പറയുന്നത് എൻ്റെ പുറകെ നടന്നവരാണ്. ഞാൻ അവരോട് മിണ്ടിട്ട് പോലുമില്ല. എൻ്റെ പുറകെ അവരൊക്കെ വീടിൻ്റെ സൈഡിൽ വരുമായിരുന്നു. അങ്ങനെ ഇവരെ കണ്ടിട്ട് ഇവരങ്ങ് ആരോപിക്കുകയാണ് ഞാനവരും തമ്മിൽ പ്രേമമാണെന്നും എനിക്കവരെ അറിയുകൂടിയില്ല എന്ന് പറഞ്ഞു. അയ്യോ അറിയില്ല എടി, നിന്റെ മുറിയുടെ ജനലയുടെ സൈഡിൽ താഴെ നില്ലേടി 2 വട്ടം എനിക്ക് ഉപയോഗിച്ച കവർ കിട്ടിയത്. ഏതാണ് അടി നീ വിളിച്ച് കയറ്റിയത്? ആ 2 ആരാ, അതോ ഞാൻ അറിയാത്ത വല്ലവരും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അത് കേട്ട് എൻ്റെ ഭാര്യ ഒന്ന് ഞെട്ടുന്നത് ഞാൻ കണ്ടു. ഞാനും ഞെട്ടി. ഈ 2 പെണ്ണുങ്ങളും ശരിയില്ലെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി. ചേട്ടാ ഇവർ പറഞ്ഞത് കേട്ട് നിങ്ങൾ ഞാൻ വിശ്വസിക്കരുത്. ഇവരും ഒരു ഓട്ടോക്കാരനും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. 10-25 വയസ്സുള്ള ചെക്കനാണ്, ഇപ്പോഴുമുണ്ട്. ഇവരാണെങ്കിൽ അവിടെ നടന്നതിൻ്റെ ബാക്കി എൻ്റെ ജനലിൽ അവിടെ കൊണ്ടിടും. എന്തിനാ എൻ്റെ അച്ഛനോട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ശരിയല്ലെന്ന്. അങ്ങനെ ഇവർ ചെയ്തതാണ്, അല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുകയാണ്, ആ ഓട്ടോക്കാരൻ വന്നെങ്കിൽ കണക്കായപ്പോയി, എണ്ണത്തിൽ നിനക്ക് തന്നെയായിരിക്കും കൂടുതൽ, എനിക്ക് അങ്ങനെയല്ല, നീ ആണുങ്ങളെ മയക്കുന്ന ഒരു യക്ഷിയല്ലേ എന്ന് പറഞ്ഞ് 2 പേരും കൂടെ തുടങ്ങി. മാഡം ഞാൻ എത്ര പറഞ്ഞിട്ട് 2 പേരും കേൾക്കുന്നില്ല. നാട്ടുകാർ മുഴുവനും കേട്ട് ഓടി വരും എന്നുള്ള നിലയിലായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ശരിക്കും അലറി. ഇനി 2 പേരും ബഹളമുണ്ടാക്കിയാൽ 2നെ ഞാൻ റോഡിലിറക്കി കഥ കടക്കി ഇവിടെ നിറക്കി വിടുന്നത് പറഞ്ഞു. അപ്പോഴാണ് ശരിക്കും അടങ്ങിയത്. പക്ഷേ അപ്പോഴേക്കും എൻ്റെ മനസ്സിൽ ഒരു കാര്യം കൊടിയേറിയിരുന്നു. ഇത് ഞാൻ വിചാരിക്കുന്ന ടൈപ്പ് ആളുകളൊന്നുമല്ല. എനിക്ക് കിട്ടിയിരിക്കുന്നത് ബന്ധമാണെങ്കിലും ഭാര്യയാണെങ്കിലും എല്ലാം പ്രതീക്ഷയ്ക്ക് ഒക്കെ തകർച്ചയുണ്ടാക്കുന്ന 2 ആളുകളാണ്. ഇനിയിപ്പം എന്ത് ചെയ്യാനാണ്? സുന്ദരിയാണെന്ന് പറഞ്ഞ് ഇവളുടെ പുറകെ നടന്നതിൽ ഒരു കാര്യവുമില്ല. ഇവൾ ജഗക്കില്ലാടി തന്നെ. അതുമാത്രമല്ല എൻ്റെ 2ാം അമ്മായിയമ്മയും. എല്ലാം കൊള്ളാം എന്ന് ഞാൻ വിചാരിച്ചു. അവസാനം ഞാൻ പറഞ്ഞു, 2 പേരും പറഞ്ഞതിലെ നെല്ലും പതിരും എനിക്ക് തിരിച്ചറിയണം. ഇപ്പോൾ തന്നെ നിങ്ങൾ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ വിവാഹമോചനം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഭാര്യ വല്ലാത്ത കരച്ചിലും പിഴിച്ചിലും ഒക്കെയായി. ശാന്തിയമ്മയും ഒന്നടങ്ങി. പക്ഷേ അവർ പറഞ്ഞു, മോനെ ഇവൾ പറഞ്ഞൊരു കാര്യം ഞാൻ സമ്മതിക്കുന്നു. എനിക്കിപ്പോഴും ഓട്ടോക്കാരനുമായിട്ട് ബന്ധമുണ്ട്, വർഷങ്ങളായി. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ നല്ലൊരു സ്ത്രീയല്ല, അവിചാരിതമായി അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഇവിടെ അച്ഛനറിയില്ല. ഇവളത് കണ്ടുപിടിച്ചു. കാര്യം ഇവൾക്ക് ഉറക്കമില്ല. രാത്രിയും പകലുമെല്ലാം ഇവൾ വീടിന് പുറത്താണ് ആണുങ്ങളെ വരവേൽക്കാൻ. അങ്ങനെയാണ് ഇവൾ കണ്ടുപിടിച്ചത്. പക്ഷേ ഈ പറഞ്ഞ കവറൊന്നും ഞാൻ അവിടെ കൊണ്ടിട്ടില്ല. അതിന് കാര്യമില്ല. കാരണം കവർ ഉപയോഗിച്ചെങ്കിലല്ലേ അവിടെ കൊണ്ടിടാൻ പറ്റുകയുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലായിരുന്നെന്ന്. അപ്പോഴേക്കും എൻ്റെ ഭാര്യ ചാടി വീണു. കണ്ടോ കണ്ടോ ഇവരുടെ സ്വഭാവം കണ്ടോ? ഇവർ ഒട്ടും ശ്രദ്ധിക്കാതെ ഒരു ചീത്ത സ്ത്രീയാണെന്ന് ചേട്ടന് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു, നിർത്ത്. നീ ഇനി കവർ കണ്ട കാര്യവും ബാക്കിയുള്ള കാര്യങ്ങളും നിൻ്റെ പുറകെ നടന്ന കാമുകന്മാരും രാത്രിയിൽ ഇറങ്ങിപ്പോയതൊക്കെ ഒന്ന് വിസ്തരിക്കേ, കേൾക്കട്ടെ. നിന്നെ കൂടെ നിർത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോഴേക്കും എൻ്റെ ഭാര്യ കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, പെണ്ണുങ്ങളുടെ സ്ഥിരം കരച്ചിലെടുക്കണ്ട, യഥാർത്ഥത്തിലുള്ളത് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാര്യ അവസാനം തുറന്ന് സമ്മതിച്ചു. 2 കാമുകന്മാരുണ്ടായിരുന്നു. 2 പേരും കല്യാണം കഴിക്കാൻ അച്ഛൻ സമ്മതിക്കില്ല. കാര്യം അന്യജാതിയിൽപ്പെട്ട ആൾക്കാരായിരുന്നു. ഒരേ സമയമല്ല 2 കാമുകന്മാരും ഉണ്ടായിരുന്നത്, 2 സമയങ്ങളിലാണ്. അവർ വരുമായിരുന്നു. മാക്സിമം അവരുമായി അവൾ സല്ലാപങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ വിവാഹം നടന്നില്ല. അവന്മാരും പിന്നീട് തേച്ചിട്ട് പോയി എന്ന് അവൾ പറഞ്ഞു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊട്ടനായ അവസ്ഥയിലായിരുന്നു. 2 പേരുടെയും കാര്യം പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇനി എന്ത് എന്നായിരുന്നു. ഭാര്യ ഉപേക്ഷിച്ചാലോ എന്നെനിക്ക് തോന്നി. ഇനി യാതൊരുവിധ തെറ്റും ചെയ്യില്ലെന്ന് ഭാര്യ പറഞ്ഞു. മോനെ അറിയാതെ പറ്റിപ്പോയതാണ്. ഇവളുടെ കാര്യങ്ങളുമൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഞാൻ അത് മറച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ കാര്യങ്ങൾ രഹസ്യമായി അവൾ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ അത്ര ടേംസ് ഒന്നും അല്ലെങ്കിലും എന്ന് പറഞ്ഞ് അമ്മയമ്മയും രംഗം കൂളാക്കാൻ ശ്രമിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അവസാനം ഞാൻ പൊട്ടനായി.
എനിക്കിങ്ങനെയുള്ള ബന്ധങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. എനിക്കിപ്പോൾ പഴിയും കേൾക്കുന്നു. ഞാൻ രണ്ടാനമ്മമാരുടെ പുറകെ നടക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇനി മേലിൽ നീ എന്നെ സംശയിക്കാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറുന്നു പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഇനിയിപ്പോൾ ചേട്ടൻ ഇഷ്ടമുള്ള എന്ത് കാര്യങ്ങൾക്ക് പോയെന്ന് പറഞ്ഞാലും ഞാൻ ഒന്നും പറയില്ല. ചേട്ടൻ്റെ ഇഷ്ടമാണ്. എന്തായാലും ചേട്ടൻ എന്നെ ഉപേക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉപേക്ഷിക്കണോ അല്ലെങ്കിൽ സ്വീകരിക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കട്ടെ. ഇനി നിൻ്റെ സ്വഭാവം കണ്ടിട്ട് ഞാൻ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് ഞാൻ അന്ന് ഇത്തിരി അകന്നാണ് നിന്നത്. പിറ്റേ ദിവസം വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ രണ്ടാനമ്മ മതിലിൻ്റെ അവിടെ വന്ന് എന്നെ വിളിച്ചു. മോനെ, എനിക്ക് നടുവിൽ നല്ല വേദനയൊക്കെ ഉണ്ട്, എന്നാൽ നീ ഇങ്ങോട്ട് വന്നേ, എനിക്ക് നിന്നോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. അവരങ്ങനെ എന്നോട് രഹസ്യമായിട്ടൊന്നും സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശാന്തിയമ്മോടെ വന്ന് പറഞ്ഞ കാര്യങ്ങളും അവിടെ നടന്ന സംഭവങ്ങളുമെല്ലാം വള്ളി പുള്ളി വിടാതെ എന്നോട് തിരിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്, എനിക്ക് എന്ത് തീരുമാനം എടുക്കണം എന്നറിയില്ലെന്ന്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, വിവാഹത്തിന് മുമ്പ് പലരും പല രീതിയിലാണ്. അപ്പോൾ വിവാഹത്തിന് മുമ്പ് നടന്നൊരു കാര്യം കൊണ്ട് ഒരിക്കലും ഭാര്യയെ ഉപേക്ഷിക്കരുത്. ശരിയാണ്, എല്ലാവരും കന്യായിരിക്കുന്നൊരു പെണ്ണിനെയാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയൊന്നും നടക്കണമെന്നില്ല. ആണുങ്ങളെ ആണെങ്കിലും പെണ്ണുങ്ങളെ നോക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് ആണുങ്ങൾക്ക് എത്ര വലിയ ചുറ്റിക്കളി കാണും. അതുകൊണ്ട് ആളുകളെ പിന്നീടുള്ള സ്വഭാവത്തിൻ്റെ പേരിൽ മാത്രം വിലയിരുത്തിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനും അതാണ് പറഞ്ഞത്, ഇനിയുള്ള സ്വഭാവം എന്താണെന്ന് ആലോചിക്കട്ടെ, അപ്പോൾ ബാക്കി പറയാമെന്ന് പറഞ്ഞ് ഞാൻ അടക്കി നിർത്തിയേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, അങ്ങനെ മതി, നീ പഴയതൊന്നും മനസ്സിൽ വെക്കരുത്. ഭാര്യയോട് നന്നായി സ്നേഹത്തോട് പെരുമാറണം. ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല ഇമ്പമില്ലെങ്കിൽ ജീവിതം കുളമാകും എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേയധികം ഉപദേശിച്ചു. അന്നാണ് മാഡം ശരിക്കും ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഞങ്ങൾ രണ്ടുപേരും നന്നായി സംസാരിച്ചു തുടങ്ങിയത്. ഏകദേശം 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ശാന്തിയമ്മ പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ രണ്ടാനമ്മ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി. എൻ്റെ ഭാര്യയ്ക്ക് അതിഷ്ടമല്ല. ഒരു ദിവസം എന്തോ പറയുകയും ചെയ്തു. അപ്പോൾ എൻ്റെ രണ്ടാനമ്മ പറഞ്ഞു, എടീ, പഴയ 2 കാമുകന്മാരെ കയറ്റി നീ അവിടെ വെച്ച് നല്ലപോലെ എൻജോയ് ചെയ്തവളാണ്. ഞാനിപ്പോൾ എൻ്റെ മോനെ കാണാൻ വരുന്നു. അവൻ്റെ സ്വന്തം അമ്മയല്ല ഞാൻ, രണ്ടാനമ്മയാണ്. പക്ഷെ നീ പറഞ്ഞത് ഞാനും ഇവനും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്നല്ലേ? എങ്കിൽ പിന്നെ കണക്ഷൻ നന്നായിട്ട് അങ്ങ് സ്ഥാപിക്കട്ടെടി. പിന്നെ നിൻ്റെ അത്രയും കണക്ഷൻ സ്ഥാപിക്കാൻ ആർക്കും പിടിക്കില്ല. നീ ഒത്തിരി കണക്ഷൻ കൊടുത്തവളല്ലേ മോളെ എന്ന് പറഞ്ഞ് അപമാനിച്ചിട്ട് പോയി. പിന്നെ ഭാര്യ എന്ത് പറഞ്ഞാലും എൻ്റെ രണ്ടാനമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ല. ഇടയ്ക്കിടയ്ക്ക് വരും. എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ മുൻകൈ എടുത്ത് നോക്കും. ഭാര്യ പിറുപിറുക്കാൻ വന്നെങ്കിലും ഞാനും അതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല. അമ്മ വന്നിട്ട് പോകട്ടെ എന്ന് വിചാരിച്ചു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുമായി ഞാൻ ഇത്തിരി അകന്നു കഴിഞ്ഞപ്പോഴേക്കും രണ്ടാനമ്മയും ഞാനും തമ്മിൽ ഒത്തിരി അടുത്തു. ഫ്രണ്ട്സിനെ പോലായി. എൻ്റെ ഭാര്യതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അവൾ അതിൽ വലിയ രീതിയിൽ തലയിട്ടില്ല. കാര്യം അവൾ കുറ്റക്കാരിയാണല്ലോ. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുകയായിരുന്നു. ഇതിനിടയ്ക്ക് ശാന്തിയമ്മ വരും, താമസിക്കും. ഞങ്ങൾ 3 പേരും കൂടെ വലിയ ഫ്രണ്ട്ഷിപ്പായി. പല കഥകൾ ശാന്തിയമ്മ എന്നോട് പറയും, അവരുടെ ഓട്ടോ ഡ്രൈവറുടെ കാര്യങ്ങൾ. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം എൻ്റെ രണ്ടാനമ്മ പറഞ്ഞു, മോനെ, നിൻ്റെ അച്ഛൻ എന്ത് ചെയ്യാനാ, ഫ്യൂസ് പോയ ബൾബ് പോലെയാണ്. എനിക്ക് ഈ പറഞ്ഞതുപോലെ ശാന്തിയുടെ ചില കാര്യങ്ങൾ ഒന്ന് സ്വീകരിക്കാൻ തോന്നുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശാന്തി പറയുകയാണ്, അയ്യോ ചേച്ചിക്ക് സ്വീകരിക്ക്, ഒരു പ്രശ്നവുമില്ല, എല്ലാം സൂപ്പറാണ്. എന്തിനാ ചേച്ചി വെറുതെ ഇങ്ങനെ ജീവിതം മുരടിച്ച് കളയുന്നത്? ശാന്തിയമ്മയുടെ കാര്യങ്ങൾ കേട്ടിട്ട് അമ്മ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നു കഴിഞ്ഞാൽ അച്ഛൻ മിക്കവാറും അമ്മ ഉപേക്ഷിക്കും. അപ്പോൾ നല്ലൊരു വരുമാനം നഷ്ടപ്പെടും. വലിയൊരു ഉദ്യോഗസ്ഥനെ ഭാര്യയാണെന്നുള്ളത് മറക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എൻ്റെ രണ്ടാനമ്മ പറഞ്ഞു, ഏയ് ഇല്ല, പിന്നെ ഞാൻ ഇടയ്ക്ക് ഓർക്കാറുണ്ട് മോനെ, നിൻ്റെ ഭാര്യ പറഞ്ഞു നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമാണെന്ന്. പക്ഷേ അങ്ങനെയൊന്നുമില്ലെന്ന് നമുക്കറിയാം. എന്നാലും നീ അറിയാത്തൊരു രഹസ്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ശാന്തിയമ്മ ചോദിച്ചു, എന്താ രഹസ്യം? ബാ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു സ്റ്റോർ റൂമുണ്ട്. അവിടെ എൻ്റെ രണ്ടാനമ്മയാണ് അതൊക്കെ നോക്കുന്നത്. ഞാനങ്ങോട്ടേക്കും കയറാറില്ല. എന്തെങ്കിലും എടുക്കാൻ കയറി കഴിഞ്ഞാൽ അതിനകത്ത് കുറേ സൂട്ട് കേസ് പെട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ രണ്ടാനമ്മ അവിടെ പോയി ഒരു പെട്ടി, ഒരു സൂട്ട് കേസ് തുറന്ന് കാണിച്ചു. നീ ഏകദേശം 18 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ ഇട്ടിട്ടുള്ള പല ജോക്കികളും ഞാനിവിടെ കാത്തു വെച്ചിട്ടുണ്ട്. ഒരെണ്ണമെങ്കിലും എടുത്ത് ഞാൻ വയ്ക്കും. എന്താണെന്ന് അറിയില്ല, എനിക്ക് അതൊക്കെ സൂക്ഷിക്കാൻ ഒത്തിരി ഇഷ്ടമാണെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശാന്തിയമ്മ ഉറക്കെ ചിരിച്ചു. ഇത് മറ്റേ സൂക്കേട് തന്നെ. സ്വന്തം ഭർത്താവിൻ്റെ മകനല്ലേ? സ്വന്തം ഭർത്താവിൻ്റെതിന് ചെറുപ്പക്കാലം ചിലപ്പോൾ ഇവനെ കാണുമ്പോൾ ചേച്ചിക്ക് തോന്നിക്കാണും, കുറ്റമില്ല ചേച്ചി, ഇതൊക്കെ ഒരു രസമല്ലേ എന്ന്
എന്ന് പറഞ്ഞു. എനിക്കതിൽ ഷോക്കിംഗ് ആയിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്നും മിണ്ടാതായി കഴിഞ്ഞപ്പോഴേക്കും ശാന്തിയമ്മ പറഞ്ഞു, എന്തിനാ ചേച്ചി ജീവിതം എങ്ങനെ പാഴാക്കുന്നത്? വെറുതെ അവനറിയാതെ വർഷങ്ങളായിട്ട് അതെടുത്ത് പെട്ടിയിൽ വെച്ചു. അവനോടൊന്ന് സ്നേഹിക്കുകയോ ഉരിയാടുകയോ നന്നായി മിണ്ടുകയോ പോലും ചെയ്തിട്ടില്ല. ഇപ്പോഴല്ലേ ഒന്ന് സ്നേഹിക്കാൻ സമയം കിട്ടിയത്. ഇനി ചേച്ചി കാത്തിരിക്കേണ്ട കാര്യമില്ല. മോനെ, ഞാൻ പറഞ്ഞത് ചേച്ചിയും ഈ അവസരത്തിൽ പൂത്തുലഞ്ഞിരിക്കുകയാണ്. നീയാണെങ്കിൽ നിന്റെ ഭാര്യയുടെ കഥ കേട്ട് വല്ലാത്ത അവസ്ഥയിലും നിനക്ക് വേണ്ടടാ. അവൾ ചെയ്ത പോലെ ഉള്ള കാര്യങ്ങളിൽ ഒരു തീർപ്പ് നിനക്ക് വേണം. ഒന്ന് രണ്ട് ബന്ധങ്ങൾ എങ്കിൽ മാത്രമേ നീ അവളും കൂടെ യോജിച്ചു പോകാൻ പറ്റുകയുള്ളൂ. നീ നല്ലവനായിരുന്ന് അവളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ഒരു പ്രശ്നമായിരിക്കും. നിനക്കുമുണ്ടാകട്ടെ ഒന്ന് രണ്ട് ബന്ധങ്ങൾ. അതുകൊണ്ട് രണ്ടാനമ്മ നിനക്ക് ഒരു സ്വീകരണം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ പൂച്ചെണ്ട് നൽകി നീ അങ്ങ് സ്വീകരിക്കുക. അയ്യോ, അതൊന്നും ശരിയായില്ലെന്ന് പറഞ്ഞു. പക്ഷെ ശാന്തിയും പറഞ്ഞു, ചേച്ചി മോഹിച്ചതല്ലേ മോനെ, നിന്റെ രണ്ടാനമ്മയല്ലേ, ഒരു പ്രശ്നമില്ല, ആരും അറിയില്ല, നമ്മൾ 3 പേര് മാത്രം എന്ന് പറഞ്ഞ് ശാന്തി എന്നെ നിർബന്ധിച്ചു. അന്നൊന്നും ഇല്ലെങ്കിലും പിന്നീട് ഞങ്ങൾ 3 പേര് കൂടുമ്പോൾ എന്നും അത് ചർച്ചാ വിഷയമായി കഴിഞ്ഞപ്പോഴേക്കും ശാന്തിയമ്മ പറഞ്ഞു, മോനെ നീ ഒരു അവസരം കൊടുക്ക്. അവസരം കൊടുത്തെങ്കിൽ മാത്രമേ നീ നിന്റെ ഭാര്യയും തുല്യമാകുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വിവാഹമോചനം ഉണ്ടാകും. ചെയ്യടാ തെറ്റ് എന്നുള്ള മട്ടിൽ തന്നെയായിരുന്നു എൻ്റെ ശാന്തിയമ്മയുടെ പറച്ചിൽ. അങ്ങനെയാണ് രണ്ടാനമ്മയുടെ സൗദത്തിൽ ഞാൻ പത്മദളം വിരിച്ച് എന്തായാലും ഞങ്ങൾ തമ്മിൽ ഒന്നായി, രണ്ടായി, മൂന്നായി ഒഴുകിയത്. അങ്ങനെ എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥമായും ഞാൻ ഒരു സ്നേഹം അനുഭവിച്ചത് എൻ്റെ രണ്ടാനമ്മയിൽ നിന്നാണ്. ഇപ്പോൾ നല്ല കോർഡിനേഷനായി പോവുകയായിരുന്നു. അതിനിടയ്ക്ക് ശാന്തിയമ്മ പറഞ്ഞു, എന്തായാലും എനിക്ക് ഓട്ടോക്കാരനുമായി ബന്ധമുണ്ട്, ഞാൻ നല്ലവളല്ല. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാനും എങ്ങനെയാണ് വെറുതെ നിൽക്കുന്നത്? 2 തെറ്റുകളാണ് എൻ്റെ വളർത്തുമകളായ നിൻ്റെ ഭാര്യ ചെയ്തത്. അപ്പോൾ 2 തെറ്റുകൾ നിനക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? 2ാമത്തെ തെറ്റായി നീ എന്നെ സ്വീകരിക്കൂ, എനിക്കും വേണം പൂച്ചുണ്ട് എന്ന് പറഞ്ഞു. ആകെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുളിര് ഇല്ലല്ലോ മാഡം. ഇപ്പോൾ രണ്ടാനമ്മമാരും ഞാനും വളരെ കംഫർട്ടബിളായിട്ടുള്ള സോണിലാണ് ഇങ്ങനെ പോകുന്നു. ഭാര്യയോടുള്ള വെറുപ്പും പ്രശ്നങ്ങളൊക്കെ എനിക്ക് കുറഞ്ഞു വരികയും ചെയ്തു. ഭാര്യയ്ക്ക് കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും നല്ല രീതിയിൽ പോകുന്നുണ്ട്. അവളോട് ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വിരോധമില്ല. ഞാനും അവളുടെ തുല്യനായെന്ന് വിചാരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. എന്നാൽ ഒരു കഥയാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഒരു ഭാവനാ കഥയായിരിക്കാം. എന്തായാലും ഇത് പറഞ്ഞിരിക്കുന്ന കഥയിൽ തെറ്റിനെ തെറ്റുകൊണ്ട് ശരിയാക്കിയെടുക്കുക എന്ന് പറഞ്ഞത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പിന്നെ ചോദ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊരു കഥയായി വായിച്ച് നമുക്ക് അതിൻ്റെ അഭിപ്രായങ്ങൾ മനസ്സിൽ പറയുകയോ അല്ലെങ്കിൽ രേഖപ്പെടുത്തുകയോ ചെയ്യുക എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഇതിലൊരു അഭിപ്രായം എനിക്ക് പറയാനില്ല.